ഈ ഇന്ന് കോൺഗ്രസ്സിൽ ഈ സതീശനെതിരെ തന്നെ അവരുടെ ഇതിൽപ്പെട്ട ആൾക്കാർ എതിരാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ മിക്കവാറും എന്നെ സംബന്ധിച്ച് മാത്രമല്ല പൊതുവേ ഒരു അഭിപ്രായം എതിരാണ്. അവർ ഒത്തു കളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഈ ക്ഷേമ പെൻഷൻ 2500 എന്നുള്ളത് 2000 കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി 200, അതിൻ്റെ അങ്ങേ മാസം 600, ഇങ്ങനെ കൂട്ടി 2000 രൂപ ആക്കിയിട്ടുണ്ട്. വിഹിതം പറ്റുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല, കുറ്റം പറയാൻ മാത്രം ആൾക്കാർ. അപ്പം നമ്മുടെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദവി ആർക്ക് കിട്ടുമെന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. അപ്പം ഒരു പറവൂരുകാരൻ, അതായത് സ്വന്തം മണ്ഡലത്തിലെ MLA ആണ് വി ഡി സതീശൻ. അപ്പം അദ്ദേഹത്തിന് ഇനി ഒരു മുഖ്യമന്ത്രി പദവി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയായിട്ട് കിട്ടാൻ സാധ്യത ഇല്ല. കാരണം ഈ ഇന്ന് കോൺഗ്രസ്സിൽ ഈ സതീശനെതിരെ തന്നെ അവരുടെ ഇതിൽപ്പെട്ട ആൾക്കാർ എതിരാണ്. അപ്പോൾ ആ നിലക്ക് ഒരു ഭരണം കിട്ടിയാലും സതീശ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഇല്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പം നമുക്കറിയാം 25 വർഷമായിട്ട് പറവൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതൊരു ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ? ജനങ്ങളുടെ പിന്തുണ ഉണ്ട്, പക്ഷെ അത് ഇത്തവണ മിക്കവാറും അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കാര്യവും ശരിക്കും ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്തോടത്തൊക്കെ ചെയ്തെന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ വയനാട് അവിടെ നിന്ന് കാശ് എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇതൊക്കെ വാർത്തകളിൽ കാണുന്നു, പേപ്പറുകളിൽ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും, ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ മിക്കവാറും എന്നെ സംബന്ധിച്ച് മാത്രമല്ല പൊതുവേ ഒരു അഭിപ്രായം എതിരാണ് ഈ സതീശന്. അതേ ഈ 25 വർഷം ഭരിച്ചിട്ടും MLA ആയിട്ടും ഇവിടെ പറവൂരിന് വേണ്ടിയിട്ട് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല റോഡ് ഒക്കെ നന്നാക്കിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പണി പൂർത്തിയാകാത്തത് ചിലത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയാനും പറ്റൂല. അത് കുറേ കാശ് മുടക്കി ചെയ്തതല്ലേ, എന്നിട്ട് ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുകയാണ് കച്ചേരി കോമ്പൗണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെന്നാ പറയാനുള്ളത്? നമ്മൾ ആലോചിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു ഉദ്ദേശമില്ലാത്ത ഒരു കാര്യമല്ലേ. അപ്പം വേറെ ഒന്നും. ഇപ്പം നിലവിലൊരു ആരോപണം എന്ന് പറയുന്നത് വി ഡി സതീശൻ BJP ആയിട്ട് ഒത്തുകളിക്കുന്നു, അങ്ങനെ ഒരു ആരോപണമുണ്ട്. എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല അവർ ഒത്തുകളിക്കണത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് തോന്നണം. കാരണം അല്ലാണ്ട് പിന്നെ ഇവർ പറയണത് അവർ കൂട്ടുപിടിക്കണം, അവർ പറയണത് ഇവർ കൂട്ടുപിടിക്കണം. അപ്പോൾ അവർ തമ്മിൽ ഒരു ഇതുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ LDFന്റെ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത്? LDFന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലും ഈ നമ്മളുടെ ഈ പല വികസന പ്രവർത്തനങ്ങളും LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് അഭിമാനമുള്ളൂ. ഇപ്പോൾ പല കാര്യം ഇപ്പോൾ അവർ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലതും ഇവിടെ ചെയ്ത് പ്രകടന പത്രികയിൽ പറഞ്ഞല്ലേ, അത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇത് മാത്രം പറയാനുള്ളത്, ഈ ക്ഷേമ പെൻഷൻ 2500 എന്നുള്ളത് 2000 കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി 200, അതിൻ്റെ അങ്ങേ മാസം 600, ഇങ്ങനെ കൂട്ടി 2000 രൂപ ആക്കിയിട്ടുണ്ട്. ഇനി കൂട്ടാതിരിക്കട്ടെ, നമുക്ക് അറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയാം. എന്നാലും അവർ കടമോ കിഫ്ബി എവിടെ നിന്നാണ്ടൊക്കെ കടമൊക്കെ മേടിച്ച് ഇത് തന്നെ ഉണ്ട്. അത് കിട്ടാത്തത് എന്തോരം രോഗികൾ ഈ കാശ് കിട്ടിയിട്ട് മരുന്ന് മേടിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് പങ്ക് പറ്റണമുണ്ടല്ലേ, ഈ BJPക്കാരും പറ്റണുണ്ട്, UDFകാരും പറ്റണുണ്ട്, മുസ്ലിം ലീഗും പറ്റുന്നുണ്ട്, മാർക്സിസ്റ്റുകാരും പറ്റുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ വിഹിതം പറ്റുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. വിഹിതം പറ്റുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല, കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരുള്ളൂ.
അപ്പം നിലവിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും LDF വരുമെന്നുള്ളതാണ് എൻ്റെ ഇത്. പക്ഷെ ചിലപ്പോൾ അവർക്ക് സീറ്റ് കുറയായിരിക്കാം. നേരത്തെ ഉള്ളേക്കാളും സീറ്റ് ചിലപ്പോൾ കുറേ പല വിഷയങ്ങളുണ്ടല്ലോ, ശബരിമല അത് ഇതൊക്കെ പറഞ്ഞ് സ്വർണ്ണക്കൊള്ള ആ കൊള്ള എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ. അതിൻ്റെ പേര് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ ഒരു ഇത് വെച്ച് മിക്കവാറും കുറേ സീറ്റുകൾ ചിലപ്പോൾ LDF കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പിണറായി വിജയൻ അതുപോലെ VD സതീശൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ അർഹനായിട്ടുള്ളത്? ഇപ്പം പിണറായിനെ അപേക്ഷിച്ച് നോക്കുമ്പം VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരും? മാറ്റങ്ങൾ VD സതീശൻ വന്നല്ല, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആരായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്? അത് ഇപ്പോഴത്തെ വരുമ്പോൾ നമുക്ക് പിണറായി വിജയൻ തന്നെ വരണമെന്നാണ്. കാരണം പുള്ളി ഉറച്ച് സംസാരിക്കുന്നതാണ്. അതിന് ഒരു അണു കൂടെ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് അടുത്തിടെ തന്നെ ഇവിടെ കോൺഗ്രസ്സിലായിട്ടുണ്ടായിരുന്ന ഒരാൾ പ്രസന്നകുമാരി എന്ന് പറയുന്ന ഒരു ആൾ നമ്മൾ BJP-യിലോട്ട് പോയി. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ അവസരവാദം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കാനല്ല, കാശുണ്ടാക്കാൻ വേണ്ടി പല വഴിക്കും ആൾക്കാർ കാലുമാറും. ഇന്നിപ്പോൾ ഇതിൽ നിൽക്കും. ഇപ്പോൾ BJP-യിലുള്ളവർ കോൺഗ്രസ്സിൽ പോവും, കോൺഗ്രസ്സിലുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോവും. ഇന്നിപ്പോൾ കണ്ടുവരുന്ന പ്രവണതയുണ്ട്. എവിടെയെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്നോട്ടെ, അത് നിൽക്കില്ല. എന്തിനു വേണ്ടിയാണ്? അധികാരമോഹം, അതിനു വേണ്ടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.